അസ്സലാമു അലൈക്കും, വെൽക്കം ടു സൂസ് പെപ്പെ ക്യാൻറ്റി. ഇതിനടുപ്പിച്ചെടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. കുറച്ച് ലേറ്റായിപ്പോയി, നല്ല എല്ലാവരും കണ്ടു വെക്കുക കേട്ടോ. ഈദ് ഹോളിഡേയ്സ് ഇവിടെ നേരത്തെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈദിന് തലേ ദിവസം രാവിലെ മക്കളെയും കൊണ്ടൊന്ന് മാളിലോട്ടൊക്കെ ഒന്ന് പോയി. കാര്യം കുറേ നാളായി മക്കളെയൊക്കെ കൊണ്ട് പുറത്ത് പോയിട്ട്. ഇത് ഡെൽമ മാളാണേ. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഡ്രസ്സൊക്കെ കുട്ടികൾക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ തന്നെ ഒരു വർക്കിംഗ് ഡേ പോയി വാങ്ങിയിട്ടുണ്ടായിരുന്നു. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തിരക്ക് കുറവായിരുന്നു. ഡെൽമ മാൾ നമ്മളെ വീട്ടിനടുത്ത്, അത് കാരണം സ്ഥിരമായിട്ട് മുൻപ് വരാറുള്ളൊരു മാളായിരുന്നു ഇത്. ഇപ്പോൾ കുറേ ആയി വന്നിട്ട്. അങ്ങനെ ഇത്തവണ മക്കളുമായിട്ടൊക്കെ ഒന്ന് വന്ന് കുറച്ച് നേരം നടന്നിട്ട് മക്കളെ വീട്ടിലാക്കിയതിന് ശേഷം ഞാനും ഹസ്ബൻഡും മാത്രം ഒന്ന് ലുലുവിൽ പോയി. ഗ്രോസറിയൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. ലുലുവിൽ ഇപ്പോൾ ഈദ് സെയിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് തിരക്കൊന്നും ഇല്ലായിരുന്നു. എന്നാലും ഞാൻ അധികം ഒന്നും ലുലുവിൽ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. കാര്യം പെട്ടെന്ന് കാര്യങ്ങൾ എടുത്തിട്ട് പോകേണ്ടതുള്ളതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ ടൈം കിട്ടിയിട്ടില്ല. എല്ലാ സാധനങ്ങളും നല്ല ഓഫറിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ പെരുന്നാളായതുകൊണ്ട് നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം ഷോപ്പ് ചെയ്തു. അങ്ങനെ ലുലുന്ന് വേഗം സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ വീട്ടിലെത്തിയപ്പോഴേക്കും ലോഹറിൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം ക്ലീനിങ് ഒക്കെ ചെയ്തു. ഡീപ്പ് ക്ലീനിങ് ഒന്നും അല്ല, ജസ്റ്റ് ഒന്ന് ഷീറ്റൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ക്ലീൻ ചെയ്തെടുത്തേ ഉള്ളൂ. സത്യത്തിൽ നോമ്പ് തുടങ്ങുന്നതിന് മുൻപാണ് ഇവിടെ ഡീപ്പ് ക്ലീനിങ് ചെയ്തത്. പിന്നെ മക്കളുടെ റൂമിലെ ഷീറ്റൊക്കെ ഒന്ന് മാറ്റി. ഇത്തവണത്തെ നോമ്പിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോൾ ആദ്യമായിട്ട് നോമ്പെടുത്തതാണ്. അപ്പോൾ അവൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൺലൈൻ ഓർഡർ ചെയ്തതാണ്. അവൾ കുറേ നാളായിട്ടൊരു ഡോൾ ഹൗസിന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഫസ്റ്റ് ക്രൈ എന്ന് പറഞ്ഞ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. നല്ല ഓഫർ ഉണ്ടായിരുന്നു ഈദിൻ്റെ. അപ്പോൾ വിചാരിച്ചു അത് തന്നെ വാങ്ങാമെന്ന്. അപ്പോൾ അവൾക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു ഇത്. അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ പാടെ ഒരാൾ മെഹന്തി കോണുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ ലുലുന്ന് മെഹന്തി കോൺ വാങ്ങിച്ചതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവൾക്ക് അത് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു പെട്ടെന്ന്. അല്ലെങ്കിൽ പിന്നെ രാത്രിയിലേക്ക് വെച്ചിരുന്നാൽ ചിലപ്പോൾ ഒത്തിരി ലേറ്റായി പോവും. ഞാനൊട്ടും ഒരു പ്രൊഫഷണൽ മെഹന്തി ആർട്ടിസ്റ്റൊന്നും അല്ല കേട്ടോ. പിന്നെ മോൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. ഗൂഗിളിൽ നിന്ന് ഏതോ പിക്ചറൊക്കെ തപ്പി പിടിച്ചിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അത്ര പെർഫെക്റ്റ് ഒന്നും ആയില്ലെങ്കിൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ മെഹന്തി ഇട്ട് കൊടുക്കുന്നത്. അത് കാരണം എനിക്ക് ഭയങ്കര സന്തോഷമാണ് അവൾക്ക് ഇട്ട് കൊടുക്കാൻ. അവൾ വലത്തെ കയ്യിലിട്ടില്ല, ഒരു കയ്യിലേ ഇട്ടുള്ളൂ. കാര്യം ഭക്ഷണം കഴിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട്. ഇനി കുറച്ച് ഈദ് ഗിഫ്റ്റ്സ് ആണ്, അതൊക്കെ റാപ്പ് ചെയ്ത് അവിടെ വെച്ചു. ഇത് മോനും പിന്നെ നമ്മുടെ നൈബറിൻ്റെ കുട്ടികൾക്കുള്ള ഈദ് ഗിഫ്റ്റ്സ് ആണ് കേട്ടോ. പിന്നൊരു ഡിസേർട്ട് ഉണ്ടാക്കി വെച്ചു, സ്ട്രോബെറി പുഡിങ്. റെസിപ്പി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ 30 ദിവസം റെസിപ്പി ഇട്ടിട്ട് തളർന്നു. അപ്പോൾ അത് കാരണം ഞാൻ വിചാരിച്ചു ഇത്തവണ റെസിപ്പി ഒന്നും ഉൾപ്പെടുത്തുന്നില്ല, ജസ്റ്റ് ഒരു ഗ്ലിംസസ് ഒക്കെ കാണിക്കുന്നേ ഉള്ളൂ.
പിന്നെ ഈദിനായിട്ടുള്ള ഡ്രസ്സെല്ലാം ഒന്ന് എടുത്ത് വെച്ചു. പിറ്റേ ദിവസം രാവിലെ 5:45 നമുക്ക് പ്രെയർ. അപ്പം ഹസ്ബൻഡും മോനും മാത്രമേ പോകുന്നുള്ളൂ പള്ളിയിൽ. നമ്മളൊന്നും ലേഡീസ് ഒന്നും പോകുന്നില്ല ഇത്തവണ, കാര്യം ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഇവിടെ ഉണ്ട്. പിന്നെ അല്ലറ ചില്ലറ ലൈറ്റിംഗ് ഒക്കെ വെച്ച് പിറ്റേ ദിവസം ഈദിൻ്റെ ആ ഒരു ഫീലിംഗ് കിട്ടാനായിട്ട്. പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും ഇത്തവണ ആ ഒരു മനസ്സിനൊരു ഫീലിംഗ് ഉണ്ടായിട്ടില്ലായിരുന്നു. കാര്യം നാട്ടിലൊക്കെ ഒരുപാട് വിഷമങ്ങൾ നിറഞ്ഞ ന്യൂസായിരുന്നു കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ കാരണം നമുക്ക് ഒരു സന്തോഷം ഉണ്ടായിട്ടില്ല, എപ്പോഴുള്ള ഈദിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിട്ടില്ല. ഇത് രാവിലെ 1:30 കേട്ടോ, രാവിലെ 1:30 വ്യൂ ആണിത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. കാര്യം രാവിലെ നമ്മൾ പൊതുവേ ബിസി ആയിരിക്കും, ഷൂട്ട് ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടില്ല. പ്രെയറും പിന്നെ അതുകൂടാതെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയൊക്കെ ഫോൺ ചെയ്യലും ഒക്കെ ഈ ഒരു രാവിലെയാണ് നമ്മൾ നടത്തുന്ന ഈദിന്. ഇപ്പോൾ നാട്ടിലും എല്ലായിടവും ഈദ് അതേ ദിവസമായതുകൊണ്ട് നല്ല തിരക്കായിരുന്നു രാവിലെ. അപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ചിന് മന്തിയാണ്, ചിക്കൻ മന്തി. ഞാൻ ഇതിൻ്റെ റെസിപ്പി ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ മന്തിയും പിന്നെ അപ്പോഴാണ് മക്കൾക്ക് കുനാഫ വേണമെന്ന് പറഞ്ഞു. പിന്നെ അതുണ്ടാക്കി. പക്ഷേ കുനാഫ അതിനകത്ത് സിറപ്പ് നല്ലോണം സോക്കായിട്ടില്ലായിരുന്നു. പിറ്റേ ദിവസം അത് സോക്കായത്. പിന്നെ മക്കൾ പറഞ്ഞ സ്ഥിതിക്ക് അതും കൂടെ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. ഗസ്റ്റ് ആരും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇപ്പോൾ ഒത്തിരി റൂൾസും റെഗുലേഷൻസൊക്കെ ഉണ്ട്. ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യുന്നതിലൊക്കെ ആ ഒരു തിരക്കൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ ഉണ്ടായിരുന്നത് കാരണം നമ്മൾ ആരെയും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ വീട്ടിലുള്ളവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുനാഫയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. അതിനുശേഷം വൈകുന്നേരമൊക്കെ ആയപ്പോൾ വീണ്ടും മക്കളുമൊക്കെ ആയിട്ട് ഒരു ഔട്ടിങ്ങിന് പോയി. ഔട്ടിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഡ്രൈവായിരുന്നു. പുറത്ത് ലൈറ്റിംഗ് ഒക്കെ കാണാൻ നല്ല ഭംഗിയാട്ടോ. അപ്പോൾ അതൊക്കെയൊന്ന് കണ്ട് തിരിച്ച് നമ്മൾ വീട്ടിലെത്തി. എങ്ങും ഇറങ്ങിയൊന്നുമില്ല, ജസ്റ്റ് ഒരു ഡ്രൈവ് മാത്രമായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങൾ 2021 ചെറിയ പെരുന്നാൾ വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രിപ്ഷനും ഒന്നും മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്. സീൻ ആൻഡ് ദ വീഡിയോ. ബൈ.